കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് സൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ സൂ ആണ്, എല്ലാവർക്കും അറിയാമായിരിക്കും, പലവട്ടം പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാനിത് ചെറുപ്പത്തിൽ എങ്ങാണ്ട് പോയിട്ട് ഇപ്പോഴാണ് പിന്നെ പോകുന്നത്. കുഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ഞങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നത് ആദ്യം തന്നെ സിംഹവാലം കുരങ്ങനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ കുരങ്ങനെയൊക്കെ കണ്ടു. കുഞ്ഞിക്ക് കുരങ്ങനെ നാട്ടി വെച്ചൊക്കെ കണ്ട് ശീലം ഉണ്ടായതുകൊണ്ട് കുഞ്ഞിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ നമ്മൾ പക്ഷികളുടെയൊക്കെ അടുത്തോട്ടാണ് ചെന്നത്. ഇതെന്തുവാണോ മരംകുത്തിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അവരൊക്കെ ഇങ്ങനെ മേളിരിക്കുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ സൂം ചെയ്തായിരുന്നു കണ്ടത്. പിന്നെ കുറേ തത്തകളെയൊക്കെ കണ്ടു. മെക്കാവോയ നമ്മുടെ നോർമൽ തത്തകളെയൊക്കെ കണ്ടു. അവരെയൊക്കെ നമ്മൾ അടുത്ത് കാണുമ്പോൾ ഇവർ ഓടിപ്പോകുന്നില്ലല്ലോ. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ ഇവർ നമ്മളെ കൂടെ ചെല്ലുമ്പോഴത്തേനെ ഓടിപ്പോവേ, നെല്ല് വയലൊക്കെ ഉള്ളിടത്ത് കാണുന്നത്. പക്ഷേ ഇവരെ കൂട്ടിലിട്ടേക്കുന്നതുകൊണ്ട് അവരെ ഡയറക്റ്റ് ശരിക്കിരുന്ന് കാണാൻ പറ്റി. നമ്മുടെ മക്കാവ ചേട്ടനോട് ഇരിപ്പുണ്ട്. പുള്ളിയും റെസ്റ്റ് എടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കണ്ടു. അടുത്തൊരു സെക്ഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് പക്ഷികളാണ്. പക്ഷികളുടെ സെക്ഷനിലൊക്കെ പക്ഷികൾ എഴുതിയിട്ട് ഒരു 1000 കാക്ക അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. ആരൊന്നുമില്ലായിരുന്നു, ചുമ്മാ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ ഉണ്ടക്കണ്ണൊക്കെ വെള്ളിമൂക ഇരിക്കുന്നു, ഉണ്ടക്കണ്ണൊക്കെ കാണിച്ചിട്ട്. അത് കഴിഞ്ഞ് പരുന്തും കഴുകനും ഒക്കെ ഒരു റൂമിലായിരുന്നു തോന്നുന്നത്. അവരുടെ റൂമാണ് ഇത്. എല്ലാം കിടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പരുന്തിൻ്റെ സൗണ്ടാണ് വന്നത് ഫുള്ള്. പിന്നെ അവരെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാരെ കാണാൻ പോയി. ഇത് കൊക്കാന്ന് തോന്നുന്നു. കൊക്ക് ചൂടുണ്ടായിരുന്നു. എല്ലാവരും വെള്ളത്തിലൊക്കെ ആയിരുന്നു ഫുൾ ടൈം ഇരുന്നത്. ചൂട് നല്ലപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൂരമായിരുന്നു. പിന്നെ ഞാൻ ഇവരെയും സൂം ചെയ്താണ്, മൊബൈലിൽ ക്യാമറയിൽ സൂം ചെയ്ത് തന്നെയാണ് കണ്ടത്. എനിക്ക് പനി ഉണ്ടായതുകൊണ്ട്, ജലദോഷം ഉണ്ടായതുകൊണ്ട് മൂക്കടഞ്ഞിട്ടുള്ള സൗണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് നീർനായയുടെ അടുത്തേക്കായിരുന്നേ. നീർനായ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കുറേ പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നീർനായ. എന്നിട്ട് ഇവരുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഡോൾഫിനൊക്കെ പോകുന്ന പോലെയാണ് തോന്നിയത്. നല്ല രസമാണ്. ഇങ്ങനെ തല പൊക്കി ഇങ്ങനെ നീന്തി പോകുന്നതാണ് നല്ല രസമുണ്ട്. കുറേ നേരം അവരെ നോക്കി നിന്നു. പിന്നെ അടുത്ത സെക്ഷനോട് പോകുമ്പോഴാണ് ഈ മാലമരമോ താലിമരമോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു ഇതിനെ പറയുന്നത്. എനിക്കറിയത്തില്ല, അറിയാവുന്നവർ കാണുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്തായിരുന്നു പേരെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ മറന്നുപോയി. പിന്നെ ഞങ്ങൾ പോയത് കരടിയുടെ അടുത്തോട്ടാണ്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് ഫസ്റ്റ് മനസ്സിലായത് മാഷായിരുന്നു ബെൻ പറയുന്ന കുട്ടികളുടെ കാർട്ടൂണുണ്ടല്ലോ. കുഞ്ഞത് കാണുമേ. അപ്പോൾ അതാണെന്നും ബെന്നാണെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞ് അതിനെ പിടിക്കാനും ഒക്കെ അടുത്തോട്ട് പിടിക്കാൻ മീൻസ് കുഞ്ഞിക്ക് അതിനെ തൊടണം എന്നുള്ള രീതിയിലായിരുന്നു കുഞ്ഞിയുടെ ഒരു ഇത്. പിന്നെ അവിടെ വെച്ച് കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പാവം ഒരു പ്രാവിൻ്റെ അടുത്തേക്കാണ് ചെയ്യുന്നത്. പാവം അതിന് അനക്കമില്ല, ഒന്നുമില്ല, ചെറുതായിട്ട് പതുക്കെ നടന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു വയസ്സായ പ്രാവാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ മാനുകളെ കണ്ടു. അവർ പേടിച്ച് മാറുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി വരുന്ന കണ്ടപ്പം അവർ മാറുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നത് നമ്മൾ കുറേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നല്ല രസം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം മേളിൽ നിന്നൊക്കെ. അപ്പോൾ അവിടെ ആൾക്കാരെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നത് മുതലച്ചാറടുത്തേക്കായിരുന്നു. അതിങ്ങനെ വായും പൊളിച്ച് നിൽക്കും, ആരെങ്കിലും കിട്ടുന്നെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ അടുത്തോട്ട് തന്നെ വായും പൊളിച്ചൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ സിംഹത്തിൻ്റെ അടുത്തേക്കാണ് പോയി. ഇവരെയൊന്നും കാണാൻ കിട്ടുന്നില്ല. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനെ കിട്ടിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ ഇടയിൽ പെൺസിംഹം ഇരിക്കുന്നു. അതിങ്ങനെ പതുക്കെ എണീറ്റ് വരുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ അടിയായി. പെൺസിംഹം അല്ലേ ആൺസിംഹത്തിൻ്റെ അടുത്ത് പോയി അടിയിട്ടത്. അപ്പോൾ അപ്പുറത്തെ നിന്നൊരു ഫാമിലി പറയുന്നുണ്ടായിരുന്നു, പെൺപുലി വന്ന് ആൺപുലിയോട് പോലെ തന്നെയാണല്ലോ ഇവിടെ എന്ന്. പെണ്ണ് സിംഹം വന്ന് അടികിട്ടുകൊണ്ട് അങ്ങനെ കമൻറ്റ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയി. ഇത് ഒട്ടകത്തിൻ്റെ അടുത്തോട്ടാണ്, പക്ഷിയുടെ അടുത്തോട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്തോട്ടാണ്. പക്ഷേ എല്ലാം തെറ്റിപ്പോകണമല്ലോ ചെയ്യുന്നത്. ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്തോട്ടാണ് പോയത്. അപ്പോൾ കുറേ പേര് വെള്ളത്തിൽ കിടപ്പുണ്ടായിരുന്നു, കുറേ പേര് വെളിയിൽ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു, അവിടെ തന്നെ അവരുടെ കൂട്ടിൽ തന്നെ. പിന്നെ ഞങ്ങൾ പോയത് മ്ലാവ്, കലമാനും സാധാരണ മാനും, ഇവരെ 3 പേരെയും കൂടെ ഒരുമിച്ച് വെച്ചേക്കായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് മുള്ളമ്പന്നിയുടെ സെഷനിലേക്കാണ് പോയത്.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു 10-15 മുള്ളൻപന്നി. അത് കഴിഞ്ഞിട്ട് ഇത് ബട്ടർഫ്ലൈ സെക്ഷനാണ്, ചിത്രശലഭത്തിൻ്റെ ഇടമാണ്. ഉണ്ടായിരുന്നു കുറച്ച് ചിത്രശലഭമൊക്കെ കാണാം. അവർ നല്ല രസമുണ്ട് ഈ വെള്ളമൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു നൊസ്റ്റ പോലെ ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒട്ടകപ്പക്ഷിയുടെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ അതിനെന്തോ എൻ്റെ ദേഹത്തൊക്കെ എന്തോ നീല കളറിൽ എന്തോ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ വെച്ചത്. പിന്നെ പോയത് ഞങ്ങൾ പാമ്പിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. പാമ്പിൻ്റെ സെക്ഷനിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും എടുത്തില്ല. പിന്നെ അവരെ കണ്ട് പേടിച്ച് തിരിച്ചിറങ്ങി വന്നു. മയിലിനെയൊക്കെ കണ്ടു. കുറച്ച് നേരം അത് പീലിയൊക്കെ നിവർത്തിയത് കണ്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ അടുത്തോട്ട് പോയി. പിന്നെ നമ്മൾ പോയത് കടുവയുടെ പുലിയുടെയൊക്കെ ആ സെക്ഷനിലേക്കാണ്. അതോടെ ഉള്ളായിരുന്നു ഇനി കാണാൻ. അങ്ങനെ ഉച്ചയായി ശരിക്കും പറഞ്ഞാൽ കണ്ടു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഓരോരോ കൂട്ടിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും അതുകൊണ്ട് കിടക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് അവരെ കിടക്കുമായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. പിന്നെ ഈ ഒരു പുലി ഭയങ്കര കുസൃതിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമായിട്ട് അടങ്ങിയിരിക്കത്തേ ഇല്ലായിരുന്നു. ഒരു കുറുമ്പനായിരുന്നു. അതായത് ഞങ്ങൾ പാർക്കിലേക്കാണ് പോയത്. അവൻ പാർക്കിൽ പോയി കുഞ്ഞിയുടെ കൂടെ സപ്പോർട്ടിന് കയറി ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് സെക്യൂരിറ്റി മണി അടിച്ച് വിസിലടിച്ചത്. ഇറങ്ങണം 15 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ പറ്റത്തുള്ളൂ, വെയിറ്റ് പറ്റത്തില്ല. അപ്പം തന്നെ അച്ഛൻ പതുക്കെ ചാടി ഇറങ്ങി. അത് കഴിഞ്ഞ് ഓരോ റൈഡിലും കുഞ്ഞിയെ കയറ്റി. മാക്സിമം ഞങ്ങൾ എല്ലാ റൈഡിലും കയറ്റി. പെട്ടെന്ന് പോകണമായിരുന്നു, ഞങ്ങൾക്ക് അടുത്ത് പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരി ടൈമൊന്നും നിന്നില്ല. അങ്ങനെ കുഞ്ഞിയെ എല്ലാ റൈഡിലും കയറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കുഞ്ഞിയെ വിളിച്ചൊരു വിധത്തിൽ വലിച്ചിറക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.